നമസ്കാരം, നമ്മളുടെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അബുദാബിയിൽ തന്നെ ഷഹാമയിലുള്ള എമിറേറ്റ് സൂ പാർക്കിലേക്കാണ് വന്നത്. അധികം ആൾക്കാർക്ക് അത്ര ഇതല്ല, എല്ലാവരും വിചാരിച്ചേക്കുന്ന ദുബായിലാണ് സൂംസ് കാര്യങ്ങളും. അതെ, നമുക്ക് അബുദാബി തന്നെ ഉണ്ട്, ഷഹാമയിലുണ്ട്. സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരെ, അവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ 30 to 40 minutes അപ്രോക്സിമേറ്റ് ഡ്രൈവ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ സൂ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് സൂ കാണുന്ന ഏതോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ തേർഡ് സ്റ്റാൻഡേർഡിലോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും സൂ കാണുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇതെല്ലാം നമുക്ക് സൂവിൻ്റെ ഓരോ വ്യൂസ് കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിൽ എത്തിയാണ്. എമിറേറ്റ്സ് പാർക്ക് ഇൻഡിവിജ്വൽ ടിക്കറ്റ്സ് ഉണ്ടോ, എമിറേറ്റ്സ് പാർക്ക് സൂ. പിന്നെ വൈഫൈ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് മൊബൈൽ നമ്പറും നെയിമും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ കണക്റ്റ് ആവും. ചായയൊക്കെ കുടിക്കാനുള്ള റിഫ്രഷ്മെൻറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. പിസ്സ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോഴത്തൊരു ചെറിയൊരു കഫേ ഉണ്ട്, പിരാമിസ എന്ന പേരിൽ. ഇവിടെ നമുക്കെല്ലാം കിട്ടും. ഏതാ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, നോർമൽ ഇതൊരു സ്റ്റോറിലുള്ള റേറ്റ്. ചായക്ക് 2 ദിർഹംസ് മാത്രം. നോർമലി നമ്മൾ സിറ്റിയിൽ എവിടെയും കിട്ടുന്ന അതേ റേറ്റൊക്കെ തന്നെ. ഇതാണ് ഞാൻ പറയുന്നത്, മെർച്ചൻഡൈസും സാധനങ്ങളൊക്കെ കുറേ അധികം ടോയ്സും കാര്യങ്ങളും ഉണ്ട്. ആണ് നമ്മളുടെ സൂ എൻട്രൻസ് കേട്ടോ. ജിറാഫൊക്കെ നിൽപ്പുണ്ട്, ഒരു ആന നിൽപ്പുണ്ട്, അൻസും നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ സൂ അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ, അതായത് പുറമേ രാജ്യങ്ങളിൽ വരുന്നത്. പ്രത്യേകിച്ച് UAE ആദ്യമായിട്ടാണ് നമ്മൾ സൂയിൽ വരുന്നത്. AC ഉള്ള സൂ ഞാൻ ആദ്യമായിട്ടാണ്. അവിടെ എല്ലാവരും AC വേണമല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്, ആർ യു റെഡി ടു ടേക്ക് എ വാക്ക് ഓൺ ദ വൈൽഡ് സൈഡ്. അപ്പോൾ നമ്മൾ റെഡിയാണ് കേട്ടോ. കയറി പെറ്റിംഗ് സൂ ആൻഡ് സിപ്പ് ആൻഡ് ക്ലൈംബ്. ഇതാണ് മെയിൻ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. നല്ല വെയില. പെറ്റിംഗ് സൂ ബേർഡ് പാർക്ക്, അതാണ് നമ്മൾ ആദ്യം കയറുന്നത് കേട്ടോ. അറ്റൻഷൻ, ഡു നോട്ട് ഫീഡ് ദീസ് ആനിമൽസ് സ്നാക്ക് ഫുഡ്. കണ്ടോ, ഓൺലി ഗ്രാസസ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം ദ സൂ ഷുഡ് ബി ഫെഡ് ടു ദെം. അതായത് നിങ്ങൾ ഈ കൊണ്ടുവരുന്ന പോപ്കോണും ചിപ്സും ഒന്നും അതിനെ തീറ്റിക്കരുതെന്ന്. ഇത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് കണ്ടോ, കുറേയധികം ടർട്ടിൽസ്. ശരിക്കും ടോയ്സിൻ്റെ കൂട്ടിരിക്കുന്നത്. ഇവിടെ സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിയായി കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. ഇതേ കിടക്കുന്ന ടോട്ടോയ്സ് കണ്ട ഉറങ്ങുന്നുണ്ട്. ഇത്ര അടുത്ത് നമുക്ക് കാണാമേ. എന്നിട്ട് നമുക്ക് മസ്കോവി ഡക്കിനെ കാണാം. ഇതേ നിൽക്കുന്നത് മസ്കോവി ഡക്ക്. ഇതേ ഒരാൾ. വേറെ പലതരം ഇതിലും കാണും. സ്വാനാണ് ഇത്, ഈ ബ്ലാക്ക് കളർ കാണുന്നത്. മസ്കോവി ഡക്കെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കണ്ട 20 വയസ്സ് വരെ ജീവിക്കും. ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ പുകയായിട്ട് കാണുന്നുണ്ടോ വാട്ടർ. നല്ല ചൂടുണ്ട് ഇപ്പം, അത്യാവശ്യം നല്ല ടെമ്പറേച്ചറാണ്. 40 ഡിഗ്രി അടുപ്പിച്ച്. ഇപ്പം അതിനറിയാമല്ലേ, മുള്ളമ്പന്തി ഇതേ കിടക്കുന്ന ആശ. പിക്ചറി ഉള്ളതുപോലെ തന്നെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ. ഇന്ത്യനെ കേട്ടോ, നമ്മുടെ നാട്ടുകാരനെ കേട്ടോ. അടുത്ത നമുക്ക് റെഡ് ആൻഡ് ഗ്രീൻ മക്കാവിനെ കാണാം കേട്ടോ. മക്കാവ് അറിയാമല്ലേ, അത്യാവശ്യം നമ്മൾ എല്ലായിടം കാണപ്പെടുന്ന ഒരു ഇതാണ്. നല്ല വലിപ്പം കേട്ടോ, നല്ല വലിപ്പമുള്ളത്. അതും ഒരു തത്തയുടെ സ്പീസീസിൽ പെട്ടതാണ്. ഇദ്ദേഹം സൗത്ത് അമേരിക്കൻ ഉണ്ടോ. മക്കാവിനെ വീട്ടിൽ വളർത്തുന്നവരുണ്ട്. ഹലോ, ഹായ്. ഹലോ, സംസാരിക്കുന്നു. ഹായ്, ഹലോ, ഹലോ, ഹലോ. ഞങ്ങൾ നല്ല കുട്ടിയാണല്ലേ. പോട്ടെ ഞങ്ങള്. Oh my God, നമ്മുടെ ആളെത്തി. ഇഷ്ടംപോലെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമിഡിഫയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പാർക്ക് കേട്ടോ. എന്താ ഒരു ബ്യൂട്ടി നോക്കും. അതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നത് അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ അവിടെ ഒരാളുണ്ട്, വാ അങ്ങോട്ട് പോയി കണ്ടിട്ട് വരാം. കൊച്ചല്ലേ, ഭയങ്കര കുറിച്ചൊക്കെയാണ്. എൻ്റെ മുഖത്തെന്താ പ്രിന്റ് ഉണ്ട്. അങ്ങനെ ജിറാഫിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ജിറാഫ് മാത്രമല്ല. ആനിമൽ പാരഡൈസ്. എങ്ങനെയുണ്ട് റീസു ഓവറോൾ ഇതുവരെ കണ്ടത്? അടിപൊളി സൂ. ഞാൻ ഇമാതിരി സൂ കണ്ടിട്ടില്ല സത്യം. വെറുതെ ഇനഫാണോ? വെറുതെയാണ്. പേ ചെയ്തേനെ. പിന്നെ കഴിഞ്ഞിട്ടില്ല. നീ മുന്നോട്ട് പോകാം നമുക്ക്. ഡിസ്കംഫോർട്ട് എന്ന് വെച്ചാൽ വെയിലാണ്, ചൂടുണ്ട്, ക്ലൈമറ്റ് നമ്മളെ അറിയാലോ. ക്ലൈമറ്റ് ഇവിടുത്തെ പണ്ടാരാണ്. ഇടയ്ക്കിടയ്ക്ക് വേണ്ടി ഇതേപോലെ തണലുണ്ട്. ഇവർക്കൊക്കെ തണൽ കൊടുത്തിട്ടുണ്ട് ആനിമൽസിനെ. അവരെ സഫർ ചെയ്യിപ്പിക്കുന്നില്ല. ഹലോ ഡോഗി. പ്രസന്റ് ടെമ്പറേച്ചർ കണ്ടോളൂ, 38 ഡിഗ്രി, 38 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം ഹൈ 41 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 38. നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രീ ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ട് മുകളിൽ. കണ്ടോ,
ഇങ്ങനെ അഴിച്ചു വിട്ടേക്കും. പക്ഷെ ഇവിടെ ഒന്നും പറന്നു പോകത്തില്ലേ. നല്ല ക്ലീൻ ടോയ്ലറ്റ് കേട്ടോ, അടിപൊളി. ഇതെല്ലാം ഒരു 100 മീറ്ററിൽ നമുക്കിതുപോലെ കുറേ അധികം ടോയ്ലറ്റ്സ് കാണാം കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഇത് റോസ് റിംഗ്ഡ് പറാക്കിറ്റ്, അതായത് പാരറ്റ്, നമ്മളുടെ നാടൻ തത്തമ്മ കണ്ടോ, ഗ്രീൻ കളറിന്. സാധാരണ നമ്മളെല്ലായിടം കാണും. നാട്ടിൽ വന്നെയാണോ? ഇയാളാണ് ആൾ. ഇയാളുടെ മുഖം കണ്ടിരിക്കുന്നത് ആരുടെ രൂപ തോന്നിയത് നോക്കിയേ. എവിടെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇവിടെ ഒരാളിരുന്നുണ്ട്. ആരുടെ മുഖം പോലെ ഇരിക്കുന്ന ജെയിംസ്? ഞാനായിട്ട് ഒരു സാമ്യമല്ല കേട്ടോ, ഏകദേശം നിന്റെ ഒരു രൂപം. ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ടല്ലോ. ട്വിൻസ് ആണോ നിങ്ങൾ? അപ്പുറത്ത് മറ്റേ ഇതുങ്ങളെ കരയുന്നതായിരിക്കും. ഇതുവഴി ഒരു പീഹൻ പോകുന്നു, അതായത് അപ്പുറത്തൊരു പീക്കോക്കം. ഇത് പീക്കോക്കാണോ? പീക്കോക്കാണ് കേട്ടോ. വാല് പക്ഷെ വളരെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പുറത്ത് ഈ ഹിപ്പോടെ ഒരു പൂളുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ കിടക്കും. എന്നോട് ചേർന്ന് നിൽക്കുക അനുസരിച്ച് കേട്ടോ. ഇവരെ നമുക്ക് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ കേട്ടോ. കണ്ട അടിപൊളി. ഇതേ അവിടെ 2 കുഴിയൊക്കെ എടുക്കും. ഹാരിസ് ഹോക്കിനെ കാണണ്ടേ നമുക്ക്? ഇവിടെ റൈഡ് വേണ്ടവർക്ക് ഹോഴ്സ് റൈഡിങ് ഉണ്ട് കേട്ടോ. ഇവിടെ കുതിരയുണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട് കേട്ടോ. ഇവിടെ കുതിര കണ്ടോ, വെള്ളമൊക്കെ കോരി ഒഴിച്ച് നനച്ച് നിർത്തിയിരിക്കുക. അതായത് ഭയങ്കര ചൂടാണ്, ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടാണ്. റക്കൂൺ ഉണ്ട് കണ്ടോ, റക്കൂൺ. ഇത് മരപ്പട്ടിയാണോ ശരിക്കും റക്കൂൺ എന്ന് പറയുന്നത്? അതോ അതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. കണ്ടോ, വൈറ്റ് കളറിൽ ഒരാളും ഉണ്ട്, തറയിൽ തടിയുടെ മേളിലും കയറി കിടപ്പുണ്ട്. റക്കൂൺ എന്ന് എഴുതിയിരിക്കും. റക്കൂൺ ശരിക്കും മരപ്പട്ടിയുടെ ഇനത്തിൽപ്പെട്ടയാണോ? ഇദ്ദേഹം പക്ഷേ നോർത്ത് അമേരിക്കനാണ് കേട്ടോ. ഇപ്പോൾ സൂവി വന്നിട്ട് നമ്മൾ പശുവിനെ കണ്ടില്ലെന്നുണ്ട്. നല്ല ഹെൽത്തി പശുക്കൾ ഇവിടെ ഉണ്ട്. പശു വരെ ഉണ്ട് ഇവിടെ. ഈ പശുവിനെ കാണാത്തവർക്ക് പശു ഉണ്ട് കേട്ടോ. ഇതിനെ വളർത്തുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ നാട്ടിൽ പശുവിനെ കണ്ട് വളരുന്നവരാ, പശുവിനൊക്കെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടെയുള്ള പിള്ളേർ പശുവിനെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് അവർ സൂവിൽ പശുവിനെ ഒരുക്കിയിട്ടുള്ളത്. ഈ ആടിനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നോർമൽ ആടുകളും ഉണ്ട്, പിന്നെ പല രാജ്യത്തു നിന്നുള്ള വെറൈറ്റി ആടുകളുണ്ട്. ഇതൊക്കെ നല്ല കൂറ്റൻ ആടുകളാട്ടോ. എന്തോരം ആരോഗ്യം കണ്ടിട്ട് തന്നെ. ഇതിൻ്റെയൊക്കെ ഒരു കുത്തു കിട്ടിക്കഴിഞ്ഞാൽ മുട്ടനാടാട്ടോ ഇയാൾ. ആണാട്, ഫീമെയിൽ ഗോട്ട്, ഭയങ്കര തന്നെ. ചെറിയ ആടുകളുണ്ട്. ഇതെന്ത് വെറൈറ്റി ആടുകളാണെന്നല്ലേ? പിഗ്മി ഗോട്ട്. ശരിയാട്ടോ, ചെറിയ ആടുകൾ. നെയിം കണ്ടോ, പിഗ്മി ഗോട്ട്. വെസ്റ്റ് ആഫ്രിക്കനാണ് ഇവർ കേട്ടോ. ചെറിയ ഉള്ളു കേട്ടോ. മൊത്തത്തിൽ വളർച്ച എത്തിയ ആടാണ് നിൽക്കുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങൾ പിഗ്മി ആടുകൾ, ഏറ്റവും ചെറുതാട്ടാ. ദേ ഇനി എന്താ കാണാൻ പോകുന്നത് കണ്ടോ? എലിഫൻ്റ് ഉണ്ട്, ലയൺ, ടൈഗർ, ലെപ്പേർഡ്, ജഗ്വാർ അല്ലെങ്കിൽ ജാഗ്വർ, എമിറേറ്റ്സ് പാർക്കിസ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ആരാ വെൽക്കം ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. അയ്യോ, സ്നേക്ക് ആൻഡ്. ആഹാ, അടിപൊളി. നല്ല കൂളിങ്, നല്ല കൂളിങ്. ഡോറടയോ, ഡോറടയും. സ്നേക്ക് അവിടെ കേട്ടോ. റൂഫിങ് ഒക്കെ കണ്ടോ കാണിച്ചിരിക്കുന്നത്? ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ട് നല്ല രസമാണ്. സൂപ്പർ എക്സൈറ്റഡ്. റെപ്റ്റൈൽസ് വന്നേ. ദേ ആരാ കിടക്കുന്നത് ഇവിടെ? റെഡ് ടെയിൽഡ് പോവാ. ദേ കിടക്കുന്നു. നല്ല അടിപൊളി സൂപ്പർ സാധനം. യെല്ലോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ. ആഹാ, എന്താ സ്മൂത്ത് നോക്കാം. എൻ്റെ യെല്ലോ ഇഷ്. നോക്ക്, അയാൾ ഉറങ്ങുവാണോ? അടിപൊളി. നോക്കാം, എൻ്റെ സ്കിന്നൊക്കെ നോക്കടി, നല്ല സ്മൂത്താണ്. ഉറങ്ങുമല്ല, ഉറങ്ങും. എൻ്റെ ഫേസ് നോക്കും. അടിപൊളി പൈത്ത.
ഇതായിട്ട് ഗ്രീൻ ഇഗ്വാനെ കാണാം കേട്ടോ. ഇതിനൊന്നും തിരിച്ചറിയത്ത് പോലുമില്ല, ശരിക്കും ഗ്രീൻ ദോ ഇരിക്കുന്നു. ആ സ്പോട്ടഡ് പൈത്തൺ ഇതേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഇത് നല്ല കാർപ്പറ്റ് പൈത്തൺ ഇരിക്കണം. കാർപ്പറ്റ് പോലെ ശരിയാ, കാർപ്പറ്റ് പോലെ ഇരിക്കണം. ഡിസൈൻ കണ്ടിട്ടില്ല. ഗ്രീൻ അനക്കോണ്ടെ കണ്ടിട്ടില്ലാത്തവർ തീ കണ്ടോളൂ. നമ്മൾ അടിപൊളി സ്വയംപൻ സാധനം ചാടി വരും. എങ്ങനെയുണ്ട് ഡാൻസ്? ശരിക്കും ഒരു പാമ്പാലയത്തിൽ വന്ന പോലെ. പാമ്പാലയമാണ് ശരിക്കും. പിന്നെന്താണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ആഹാ, അതിൻ്റെ മുഖം നോക്ക്. റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ഭയങ്കര വരും. അതിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇതിൽ ചൂടത്ര പറ്റത്തില്ല. നല്ല തണുപ്പ് കൂളിംഗ് ഉണ്ട്. AC ഒക്കെ കൊടുത്തിട്ടുണ്ട്. റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. എനിക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫേസ് നോക്കിക്കുക. റോയൽ ബോൾ പൈത്തൺ. ബോൾ പോലെ ഇരിക്കും, നിർത്തി കേട്ടോ. ഇതേ ഇരിക്കും, അതുപോലെ ഉരുണ്ടിരിക്കും അവിടെ. അതായത് ഗ്രീൻ അനക്കൊണ്ടേ കണ്ടിട്ടില്ലെങ്കിൽ വേഗം കണ്ടോളൂ. ഉണ്ട് ഈ പാമ്പുണ്ട്. ഇതിൻ്റെ അകത്ത് കൂടെ കയറി വരുവാ. ദേ വരുന്നു, ദേ വന്നു. പുറത്തേക്ക് വരട്ടെ. പാമ്പ് തന്നെ ലീഡ് ചെയ്ത്. നല്ല വ്യൂ, ക്ലോസപ്പ് വ്യൂ, നല്ല ക്ലോസപ്പ് വ്യൂ. എങ്ങനെയുണ്ട് ക്ലോസപ്പ് വ്യൂ അൻസു? നിന്റെ മുഖത്തിൻ്റെ അടുത്താണ്. അതെ, ചാടി വരണം. നിന്റെ അതിന്റെ കമ്പാരിസൺ നോക്ക്. Right, quick. It's on the window. Oh, actually, oh, look at that. Oh, man. Hey, get a picture of the kids by it. Bring up. Oh, where's that? പിന്നെ നമ്മുടെ രാജ്യക്കാരനാട്ടോ, ഇന്ത്യൻ ലെപ്പാർഡ്. ഇന്ത്യൻ നേപ്പാൾ ഭൂട്ടാനിൽ മാത്രം കാണപ്പെടുന്നതാണ്. സ്വന്തരനാട്ടോ. ഇവർ രണ്ടുപേരുണ്ട് കേട്ടോ. ഇച്ചിരി ദൂരെയാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഫോക്കസ്. ഇയാളൊരാൾ റൈറ്റിലൊരാൾ ഉള്ളി കിടക്കും കേട്ടോ. അകത്ത ദൂരെ. അയ്യോ, ബ്ലാക്കിയുടെ കൂട്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ബ്ലാക്കി അറിയും. അതുപോലെ ഇരിക്കാം. ബ്ലാക്കിയുടെ ചേട്ടനായിട്ട് വരും. ബഗീരൻ ആണെന്ന് തോന്നുന്നു. ആളെന്ന് മനസ്സിലായോ? ഇതാണ് റിൻ ഗസൽ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. സഹാറ ഡെസർട്ടിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ്. വരുന്നുണ്ടോ? ഞാൻ എന്തായാലും പോവാം. വരുന്നുണ്ടെങ്കിൽ വാ എൻ്റെ കൂടെ സഫാരിക്ക്. നിങ്ങളും പോരുന്ന എൻ്റെ കൂടെ റൈഡിന്. അതായത് നമുക്കൊരു ചെറിയൊരു ഡ്രൈവിന് പോയിട്ട് വരാം. ഞാൻ വണ്ടി നമ്മുടെ കയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ജംഗിൾ സഫാരിയാണ്, ജീപ്പാണ് കേട്ടോ. എന്തായാലും ഞാൻ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ വാഹനം ന്യൂട്രലിലേക്ക് ആക്കിയിട്ടേക്കാം. ന്യൂട്രലാണ്. ഈ കാണിച്ചിരിക്കുന്ന ആനിമൽസിനെ കാണാൻ പറ്റിയ നല്ലൊരു വമ്പൻ പാർക്ക് കേട്ടോ. ഇവർ പിക്ചർ കൊടുത്തിരിക്കുന്ന എല്ലാ ആനിമൽസും ഇവിടെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ട ഈ ആനയുടെ, അതായത് എമിറേറ്റ്സ് പാർക്ക് സൂ വൈൽഡ് ലൈഫ്. മൊത്തം ഒരു അക്വേറിയം കേട്ടോ. പല തരത്തിലുള്ള മീനുകളും കാണാം. ഇതിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് മീനിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഈ ടൈപ്പ്. ഈ കാണുന്നത് മീനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ മീനുകളുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റി. ഇയാളെ കണ്ട. പിന്നെ അപ്പുറത്തുള്ളത് എംപറർ ഏഞ്ചൽ ഫിഷ് കുറേ ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ്. ഏതാ ഈ കാണുന്നത്? ഇയാളെ എല്ലായിടം കാണാം. ഒസലേരിയസ് ക്ലൗൺ ഫിഷ് കേട്ടോ. ഇതിനെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. ആണോ? ദേ ഇവിടെ നമുക്ക് വമ്പന്മാരെ കാണാം. ദൂരം വലിപ്പോൾ എന്ത് സാധനമെന്നറിയാം? ജാപ്പനീസ് കോയ് ഫിഷ്. ഈ കാണുന്നതാണ്. വലിപ്പം നോക്കും. ഇതേ മേളിൽ വ്യൂ. ഇത് ഓപ്പൺ ആട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇത് ഓപ്പണാണ്. ഇതേപോലെ. ഇതാണ് നമ്മളിപ്പോൾ കയറിയ എമിറേറ്റ്സ് പാർക്ക് സൂ അക്വേറിയം കേട്ടോ. അടിപൊളിയാണ്. കയറുമ്പോൾ തന്നെ കാണുന്നുണ്ടോ എന്താണെന്ന്? ആഫ്രിക്കൻ സ്പേർഡ് ടോട്ടൈസിനെ നമുക്ക് എന്തായാലും ഇന്ത്യൻ ടൈഗറിനെ കാണാം. ഒരാളിവിടെ കിടപ്പുണ്ട്, അത് ദൂരെയാണ്. അടുത്തൊരാളവിടെ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഫോക്കസ് കിട്ടട്ടെ. ഇരിക്കണം. ഇച്ചിരി ദൂരെയായിപ്പോയി കേട്ടോ. എനിക്ക് ക്ലോസപ്പ് വ്യൂ കിട്ടിയില്ല. ഉറങ്ങുമായാണ്. ഇന്ത്യൻ ടൈഗറാണെന്ന് തോന്നുന്നു. ഒന്ന് ഇവിടെ നേരത്തെ കാണിച്ച രണ്ട്. പിന്നെ അങ്ങ് ആ ഗുഹയ്ക്കുള്ളിലുണ്ട്.
മൂന്നാമതൊരാൾ. ഇതെല്ലാം ഫുള്ളി കേജിലാണ് കേട്ടോ, സെക്യൂർഡാണ്. ആഫ്രിക്കനും നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റ്, അതായത് ഇന്ത്യൻ എലിഫൻറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. കാഴ്ചയിൽ തന്നെ അവരുടെ എലിഫൻറ്റ് വെച്ച് വലിപ്പം കൊടുത്തു. 2 ആനകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ മണ്ണൊക്കെ വാരി ഇങ്ങനെ ദേഹത്തേറ്റിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുക. ഇച്ചിരി ദൂരെയാണ്, ആ സൈഡിലേക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അൻസു? ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. നമ്മൾ എത്ര മണിക്കാണ്? 3 മണിക്ക് കയറിയതാ ഉള്ളിൽ. ഇരുട്ടിയിട്ടില്ല. അതാണ്. അങ്ങനെ നമ്മൾ എക്സിറ്റിലെത്തി കേട്ടോ. അതെ, കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? നല്ലതായിരുന്നു. കുറേ സമയം എടുക്കും, 2 മണിക്കൂറൊന്നും അല്ല. ഞാൻ ഇവരുടെ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ ഇവർ 2 മണിക്കൂറെന്ന് എന്നോട് പറഞ്ഞു ഫോണിൽ വിളിച്ചപ്പോൾ. അപ്രോക്സിമേറ്റ് 2 hours എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് 2 hours അല്ല, 3 to 7, ഓൾമോസ്റ്റ് 4 hours. 2 o'clock അതാ 2 o'clock എത്തി. പക്ഷേ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് കയറിയ. ഒരു 4 hours അപ്രോക്സിമേറ്റ് എടുത്തു. ഇനിയും വിട്ടുപോയതുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഭയങ്കര ഒരു ഏരിയ കേട്ടോ. വി ഹോപ്പ് ടു സീ യു അഗൈൻ. നമ്മളപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടൊരു സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. സമയം 7:30 ആവും. അപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലം വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ.